അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഓസക്കയിലാണ്. ഓസക്കയിൽ നിൽക്കണം, പറഞ്ഞ് ഫുള്ളാക്കട്ടെ. പറഞ്ഞു തന്നെ. അതെ, ഹായ്. അതെ, നമ്മുടെ സ്വന്തം നരയുടെ സ്വന്തം. അതെ, ചെക്കൻ്റെ കുളിസീനൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, സൂം ഡബിൾ ഇവിടെ ഒരു സാധനം ഉണ്ടോ? ഇവിടെ നമ്മുടെ ജപ്പാനിലെ തുണ്ടുപടത്തിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ടോക്കിയോയിൽ നിന്ന് ഓസക്ക വരെ ഒരു 2 day ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട് അവിടെ, ജിനു ആൻഡ് ഷെനിൽ. അപ്പോൾ പിള്ളേരെ കാണാനായിട്ടാണ് പോയത്. 2 day ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവന്മാർ പറഞ്ഞു നമുക്കിവിടെ അടുത്ത് നര എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്, അതേപോലെ ദോത്തംപോരി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്, അങ്ങോട്ടൊക്കെ പോകാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നര പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് വ്ളോഗ് ചെയ്തൊന്നും ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെച്ചിട്ടാ. അടിപൊളിയുണ്ട്. നിന്റെ അവിടെ ഇല്ലേ ഈ ഷോപ്പ് ജിനു? ഇവിടെ ഞാനൊരു ഏകദേശം ഒരു 4-5 പ്രാവശ്യം വന്നു. ഞാൻ പറഞ്ഞുതരാം. എന്താ? കുക്കു പക്ഷിയാണെങ്കിൽ തെക്കുന്ന വടക്കോട്ട്, മറ്റേ പക്ഷിയാണെങ്കിൽ കിഴക്കുന്ന പടിഞ്ഞാറ്. അങ്ങനെയൊക്കെ ഉണ്ടോ? മനസ്സിലായി. ദാറ്റ് ഈസ് ഫോർ ബ്ലൈൻഡ് പീപ്പിൾ. നമ്മളൊരു സാധനത്തിൻ്റെ കീഴിൽ നിന്ന് കുക്കു പക്ഷിയുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് വടക്കുന്ന് തെക്കോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ കണ്ണ് കാണാത്ത ഒരാൾക്ക് ആ ഒരു പക്ഷിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ വടക്കുന്ന് തെക്കോട്ടാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു പുതിയ അറിവാണ് കേട്ടോ. യെസ്. മറ്റേ സൗണ്ട് ഉണ്ട്, സാധാ ചിർപ്പിംഗ് സൗണ്ട് എന്ന് പറയും. ചിർപ്പിംഗ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കുന്ന് പടിഞ്ഞാറോട്ടാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടുനിന്ന് കിഴക്കോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ കുക്കു പക്ഷിയും ചിർപ്പിംഗ് സൗണ്ടും ഒക്കെ ഇതിനകത്ത് മെയിനായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്ക് നല്ല മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു സൗണ്ടും കൂടിയാണ്
ചിർപ്പിംഗ് സൗണ്ട് ആൻഡ് കുക്കു പക്ഷിയുടെ സൗണ്ട് അല്ലേ? നല്ല നല്ല ഇതല്ലേ? നല്ല രസം, നല്ല രസം. കേൾക്കാൻ നല്ല സുഖം. ഇവിടെ ജിൻഡർ റെസ്റ്റോറൻറ്റ് അവിടുത്തെ ബട്ടർ ചിക്കൻ അതിൻ്റെ പേരിലടാ, ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ്. നമ്മുടെ മിസ്റ്റായിപ്പോയി. അതെനിക്ക് അന്ന് സ്റ്റാർട്ട് എനിക്ക് ഈ വീഡിയോ അല്ല വേണ്ടേ, എനിക്ക് പ്രോയിൽ എടുക്കുന്ന വീഡിയോ. ഡീലോഗോ ഇന്നലെ നാളെ ഓക്കെ. ഇതിൽ കൂടെ കയറുക. ഏതാ കാണാൻ? ഓക്കെ. വീഡിയോ എടുത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സന്തോഷ് ജോർജ് കുളകരേനൊക്കെ ആദ്യം എനിക്ക് നരയുടെ വീഡിയോ അല്ല വേണ്ട, ക്യാമറയുടെ വീഡിയോ. നമുക്ക് ക്യാമറയല്ലേ സംഭവം. എനിക്ക് നരയൊന്നും വേണ്ട. ഇതിന് മറ്റേ ചിപ്സ് മേടിച്ചു കൊടുക്കണ പരിപാടിയില്ലേ? ഞാൻ കണ്ടമാനം എടുത്തത് ഇതിൻ്റെ 5-6 പ്രാവശ്യം വന്നിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലം കിട്ടുന്ന രീതി. ഓക്കെ. പെർഫെക്റ്റ്. ജിനു, ഞാൻ പറഞ്ഞ സ്പോട്ട് അവിടെയാന്ന് തോന്നുന്നു കേട്ടോ. ശരി, പോവാം. ഇവിടെ എവിടെ നോക്കിയാലും മാനാണ് കേട്ടോ. ബ്രോയുടെ വ്ളോഗ് മൊത്തം എടുത്തോട്ടോ. ആയിക്കോട്ടെ. തിരിച്ചു തരാൻ നേരം ഞാൻ എൻ്റെ അടുത്ത്. ഓക്കെ. ഐ തിങ്ക് ദാറ്റ് അതാ ബെറ്റർ. ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കയറി കാണാൻ ശ്രമിക്കുക.